എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ല ഡോക്ടർ. ഞാനല്ലേ പറയുന്നത്, എന്റെ ബ്ലഡ് എടുത്തോളൂ ഡോക്ടർ. എങ്ങനെയെങ്കിലും എന്റെ ദേവേട്ടനെ രക്ഷിക്ക്. നോക്ക്, ഞങ്ങൾ ഡോക്ടേഴ്സിന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? ഗർഭിണികൾ ഒരിക്കലും രക്തം കൊടുക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ താല്പര്യമില്ല. അയ്യോ, എങ്ങനെ പറഞ്ഞാലാ നിങ്ങൾക്ക് മനസ്സിലാവാ? എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഡോക്ടർ. എന്റെ ദേവേട്ടൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഡോക്ടർ. പ്ലീസ് എന്നെ സഹായിക്കണം. എന്റെ ബ്ലഡ് എടുത്തോ ഡോക്ടർ. എത്ര വേണമെങ്കിലും എടുത്തോളൂ. എന്നെയും എന്റെ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞങ്ങൾ വേറെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടാതിരിക്കില്ല. ഡോക്ടർ, സിസ്റ്റർ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോക്ക്. ഡോക്ടർ പ്ലീസ്, ഡോക്ടർ ഡോക്ടർ ഞാൻ പറയുന്നതൊന്ന് കേക്ക് ഡോക്ടർ. പ്ലീസ് എന്റെ വേദനയൊന്ന് മനസ്സിലാക്ക്. പ്ലീസ് ഡോക്ടർ. ഡോക്ടർ, എന്റെ ദേവേട്ടന്റേതും എന്റേതും ഒരേ ചോരയാണ്. പ്ലീസ് ഡോക്ടർ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്റെ ചോര എടുത്തു കൊടുക്ക്. ഡോക്ടർ, നിങ്ങൾ ഇപ്പൊ എന്റെ ചോര എടുത്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് എന്റെ കഴുത്തറുത്ത് മരിക്കും. എന്താ ഇത്? എന്താ നിങ്ങളെ കാണിക്കുന്നേ? ആരെങ്കിലും എന്നെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ കഴുത്തറുത്ത് ഞാൻ ഇവിടെ തന്നെ മരിച്ചു വീഴും. ഡോക്ടർ, ഡോക്ടർ. എന്തത്? എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്നത്? എന്താ അതിന് തരാൻ? എന്റെ ദേവേട്ടൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞും എന്തിനു ജീവിച്ചിരിക്കണം? ഇപ്പൊ തന്നെ എന്റെ ചോരയെടുത്ത് എന്റെ ദേവേട്ടന്റെ ദേഹത്തേക്ക് കേറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം കഴുത്തറുത്ത് ഞാനും എന്റെ കുഞ്ഞും മരിക്കും. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്ന അപ്പൊ ഞാൻ കഴുത്തറക്കും. നിങ്ങളുടെ ഭർത്താവിനുള്ള സ്നേഹം കണ്ടിട്ട് അതിശയം തോന്നുക. പക്ഷെ ഈ വാശി നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവനായിരിക്കും അപകടത്തിലാക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ചോര എടുത്തോളൂ. എന്നാ ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. കഴുത്തിന്ന് ആ കത്രിക മാറ്റേ. ഹലോ. ഹലോ ദേവ. ദേവനല്ല, ഞാൻ ഡോക്ടർ മഞ്ജുളയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ, എന്റെ അനിയന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി? എന്താ അവന് പറ്റിയത്? കൈത്തണ്ടയിലെ ഞരമ്പ് കട്ടായി ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. എന്റെയും എന്റെ ദേവേട്ടന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും ഒരേ ചോരയാ. അപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആണോ? ഗർഭിണികൾ ഒരിക്കലും രക്തം കൊടുക്കാൻ പാടില്ല. എന്റെ ദേവേട്ടൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞും എന്തിനു ജീവിച്ചിരിക്കണം? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് ആപത്താന്ന് പറഞ്ഞിട്ട് അവര് കേൾക്കാൻ തയ്യാറല്ല. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പൊ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുക. ഡോക്ടർ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. രണ്ടുപേരെ അതുവരെ ഒന്ന് നോക്കിക്കോണേ. ഓക്കെ. എന്ത് പറ്റി മോനെ? ദേവൻ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുക. ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ വൈദേഹിക്ക് ബ്ലഡ് കൊടുക്കണോ അത്രേ? ദേവന് വീണ്ടും അപകടോ? എന്താ മോനെ സംഭവിച്ചേ? അതെനിക്കറിയില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ദേവൻ ഇപ്പൊ അപകടമൊന്നും ഇല്ലെന്നാ. അവനൊന്നും പറ്റാതിരിക്കാൻ വൈദേഹി അവന് ബ്ലഡ് കൊടുത്തത് അത്രേ. പക്ഷെ ഇത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അപകടമാണെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാമ. ഞാൻ അവരെ കൊണ്ട് തിരിച്ചു വരുള്ളൂ. മോനെ പെട്ടെന്ന് വരണേ മോനെ. ശരി എന്തോമേ. പേഷ്യന്റിന് ആവശ്യത്തിനുള്ള ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടി വരില്ല. കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിഞ്ഞോളും. അതിനുശേഷം അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബോധം തെളിഞ്ഞില്ലെങ്കിൽ... ഡോക്ടർ, ബോധം തെളിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? ചോര കൊടുത്ത എന്റെ ദേവേട്ടനൊന്നും പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്താ ഡോക്ടർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ദേവേട്ടനൊന്നും സംഭവിക്കരുത്. എന്റെ ദേവേട്ടനെ രക്ഷിക്കണം. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങളും ഇത്രയധികം പരിശ്രമിക്കുന്നേ. ഇനി എല്ലാം ആ ദൈവത്തിന്റെ കൈകളിലാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവേട്ടാ, ദേവേട്ടാ, ഡോക്ടർ എന്തൊക്കെയോ പറയുന്നു.
എന്നാലും ദേവേട്ടന് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമ്മുടെ മോൾ അങ്ങനെയാ പറഞ്ഞത്. അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് എന്റെ മോളുടെ വാക്ക് എനിക്ക് വിശ്വാസം. കണ്ണ് തുറക്ക് ദേവേട്ട, ദേവേട്ട. ദേവേട്ടന് ഞാനും നമ്മുടെ കുഞ്ഞു അവയും ഒരേ ചോരയാണെന്നല്ലേ ദേവേട്ടൻ എപ്പോഴും പറയാറ്. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ദേവേട്ടനില്ലാതെ എങ്ങനെ ജീവിച്ചിരിക്കും? കണ്ണ് തുറക്ക് ദേവേട്ട, കണ്ണ് തുറക്ക് ദേവേട്ട. നമ്മുടെ മോൾ അവളുടെ അച്ഛനെ വിളിക്കുന്നു. കേൾക്കുന്നുണ്ടോ ദേവേട്ട? കണ്ണ് തുറക്ക് ദേവേട്ട, കണ്ണ് തുറ. കണ്ണ് തുറക്ക് ദേവേട്ട, ദേവേട്ട. ദേവേട്ട, 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 ദേവേട്ട. കുഞ്ഞുവാവി, അച്ഛൻ കണ്ണ് തുറന്നു മോളെ. എന്നെ രക്ഷിക്കാൻ സഹായിച്ചത്. ദേവേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല വൈദേഹി. നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം, നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്വാസം, അതാണ് എന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ദേവാ, അജേട്ടാ, ദേവാ, ദേവാ. ഇനി എന്തിനാ വെറുതെ കരയുന്നേ? ദേവൻ ഓക്കെ ആയല്ലോ. ദേവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് വൈദേഹി ഒരാള് കാരണ. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് കിട്ടാതെ വന്നപ്പോ കുഞ്ഞിന് ആപത്താണെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വൈദേഹിയാണ് ദേവന് ബ്ലഡ് തന്നത്. അപ്പൊ തന്നെ ദേവന്റെ ഏട്ടനും ഇങ്ങെത്തിയില്ലേ? സമയം പാഴാക്കാതെ അറിയാവുന്നിടത്തെല്ലാം വിളിച്ച് അദ്ദേഹവും ബ്ലഡ് സംഘടിപ്പിച്ചു. ഫാക്ടറിയിൽ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കെന്തോ അപാകത തോന്നിയതാ. ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. തുറങ്കിൽ അടച്ചിരുന്ന ചന്ദ്രിക പുറത്തിയാടി ഇങ്ങനെ ഒരു ചതി ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വൈദേഹി, നീ എന്തിനാ ബ്ലഡ് കൊടുക്കാൻ പോയേ? കുഞ്ഞിന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റില്ല ചേട്ടാ. അതവൾ എന്നോട് പറഞ്ഞതിന് ശേഷം ദേവേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് ഡോക്ടറോട് എന്റെ ബ്ലഡ് എടുത്തോളാൻ പറഞ്ഞത്. അവള് പറഞ്ഞെന്നോ? അതാരാ വൈദേഹി? ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. കുഞ്ഞിനത് നല്ലതല്ല. ഡോക്ടർ, കുഞ്ഞിനിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ബ്ലഡ് സംഘടിപ്പിച്ചില്ലേ. അതുകൊണ്ട് വൈദേഹിയുടെ ബ്ലഡ് കുറച്ചേ എടുക്കേണ്ടി വന്നുള്ളൂ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മേ, എന്താ ഇതുവരെ ഇവരെ കാണാത്ത? ഊർമിളെ, ഒന്ന് അജയനെ വിളിച്ചു നോക്ക്. എന്റെ അമ്മേ, വെപ്രാളപ്പെടാതെ. ദേവന് ഒരു കുഴപ്പമില്ലാന്ന് അജയം വിളിച്ചു പറഞ്ഞതല്ലേ. അവരിങ്ങ് വന്നോളും.
ആ ചന്ദ്രിക എങ്ങനെയായിരിക്കും അവിടുന്ന് രക്ഷപ്പെട്ടെ? അവള് ദേവനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ അതെനിക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ലല്ലോ കൗസല്യേ. ദേവാ, എടാ മോനെ, അയ്യോ എന്റെ മോനിങ് എത്തിയല്ലോ. ദേവാ, മോനെ ദേവാ, മോനെ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോനെ? ആ ചന്ദ്രിക എങ്ങനെയാടാ നിന്നെ തട്ടിക്കൊണ്ട് പോയേ? വാ മോനെ. ആ, വാ മോനെ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആരറിഞ്ഞു? ഫാക്ടറിയിൽ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞപ്പോ ദേവൻ അങ്ങോട്ട് പോയി. പക്ഷെ അവർ വർക്കേഴ്സ് ആയിരുന്നില്ല. ദേവനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ചന്ദ്രിക ചട്ടം കെട്ടിയ ആൾക്കാരായിരുന്നു അവരെല്ലാം. എന്താ മോനെ ഈ കെട്ട്? എങ്ങനെയാ മുറിവ്? നീ ഇറങ്ങിപ്പോയപ്പോ എന്റെ മോന് വല്ലതും പറ്റുമെന്നുള്ള പേടിയില്ല ഞാൻ നിന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ്. എന്നിട്ടും എന്റെ മോള് നിന്റെ ജീവനെ കുറിച്ച് പോലും ചിന്തിക്കാതെ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചല്ലോ. അതെന്റെ കടമയല്ലേ അമ്മേ? ഞാൻ രക്ഷപ്പെടുത്തിയത് എന്റെ ജീവനെയാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ്. എന്റെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവനാ. ഈ ലോകത്തിന് ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ല. ചന്ദ്രിക ഈ വീട്ടിലേക്ക് ഒരു പാക്കറ്റ് ജ്യൂസ് അയച്ചിരുന്നമ്മേ. അത് കുടിച്ച് വൈദേഹി വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊന്നില്ലെങ്കിൽ എന്നെ കൊന്നുകളയുന്ന ചന്ദ്രിക ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന ഞാൻ കേട്ടു. അവൾ എന്റെ ഞരമ്പ് മുറിച്ചപ്പോ എന്റെ രക്തം മുഴുവൻ പോയിരുന്നു, ജീവൻ മാത്രം ബാക്കിയായി. എന്നാലും എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ ജീവൻ അവിടെ വെച്ച് പോയേനെ. പക്ഷെ വൈദേഹിയുടെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കണം. അവള് ചന്ദ്രിക അയച്ച ജ്യൂസും കുടിക്കാൻ നിന്നില്ല. ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്റെ ജീവനും രക്ഷിച്ചു, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവനും രക്ഷിച്ചു. നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ നീ അവിടുന്ന് രക്ഷപ്പെട്ടത്. വൈദേഹി അങ്ങോട്ട് എഴുന്നള്ളിയത് കൊണ്ടൊന്നും അല്ല ദേവ. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ശരിയായ കാരണം നീ മറക്കുന്ന ദേവ. എന്താ ചേച്ചി കാരണം? ഈ പഴിയും എന്റെ കുഞ്ഞിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാനായിരിക്കും. പഴിയല്ല, സത്യമല്ലേ അത്. ഈ വീട്ടിൽ നടക്കുന്ന സകല അനർത്ഥങ്ങൾക്ക് നിന്റെ കുഞ്ഞ കാരണം. പിന്നെ അല്ലാണ്ട് ചന്ദ്രിക എങ്ങനെ രക്ഷപ്പെടാനാ? അവൾ എങ്ങനെ ദേവനെ കിഡ്നാപ്പ് ചെയ്യാനാ? അതെ അതെ, ചന്ദ്രികയ്ക്കുള്ള ശത്രുതയ്ക്ക് അവൾ ഇവനെ കൊന്നു കളയേണ്ടതായിരുന്നു. രക്ഷപ്പെട്ടത് ശരിക്കും ഇവന്റെ ഭാഗ്യം കൊണ്ടാ. മതി, നിർത്ത്. ഇന്ന് എന്റെ ദേവേട്ടനെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള കാരണം എന്റെ കുഞ്ഞാ. എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നെന്റെ ദേവേട്ടൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. എന്തെന്നാ ഇത്? നിന്റെ മോള് വയറ്റീന്ന് പുറത്ത് ചാടി നിന്റെ കൈ പിടിച്ചോണ്ട് ദേവൻ എവിടെയാണെന്ന് കാണിച്ചു തന്ന പോലുണ്ടല്ലോ. അത് ചെകുത്താന്റെ കുഞ്ഞല്ല,
ഭാഗ്യദേവതയാണെന്ന് പറയാൻ വേണ്ടി ഇവൾ എന്ത് അഭ്യാസവും കാണിക്കും. ഇതൊക്കെ നീ ചെന്ന് വേറെ വല്ലയിടത്തും പറ വൈദേഹി. നിർത്തൂർമ്മളെ, ഒന്നും അറിയാത്ത ആ പാവം കുഞ്ഞിനെ എന്തിനാ വെറുതെ ഇങ്ങനെ പഴിചാരുന്നേ? അതിന് കാരണം ഞാനല്ല അജയ, ഈ വൈദേഹിയ. വയറ്റി കിടക്കുന്ന പിണ്ടം ദേവനെ രക്ഷിച്ചു അത്രേ. വല്ലയിടത്തും നടക്കൂ ഇത്? ഇതിനൊന്നും കാരണം കുഞ്ഞല്ലാന്ന് വരുത്തി തീർക്കാനുള്ള അഭ്യാസമല്ലേ അവളുടെ? അവൾ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. നടന്നത് മാത്രം അവൾ പറഞ്ഞത്. നിങ്ങൾ എന്റെ കുഞ്ഞൊരു ശാപമാണെന്ന് പുലമ്പി നിങ്ങളുടെ വിദ്വേഷം തീർക്കാൻ ശ്രമിക്കുക. ദേവേട്ടാ, വിട്ടുകള. ആരെന്ത് പറഞ്ഞാ നമുക്കെന്താ? ഇന്ന് നമ്മുടെ കുഞ്ഞാണ് നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു തന്നത്. എന്താ എങ്ങനെയാന്നൊന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവര് തന്നെ മനസ്സിലാക്കിക്കോളൂ. ദേവേട്ടൻ എണീറ്റേ. ഇതെന്തെന്നാ കുഞ്ഞ് രക്ഷിച്ചു എന്നൊരു പുതിയ കഥ? ഇതൊക്കെ നടക്കൂ ഊർമിളെ? പിന്നെ ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? നമ്മൾ അവസരം കിട്ടുമ്പോഴെല്ലാം കുഞ്ഞ് ചെകുത്താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പോലെ അവളും ഇപ്പോ അവൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞ് ഭാഗ്യദേവതയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ പോരാട്ടത്തിൽ നമ്മൾ വേണം ജയിക്കാൻ. എങ്ങനെ വിജയിക്കൂന്ന? ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും വൈദേഹി ദേവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ഇനി ഇതിന്റെ അപ്പുറത്ത് നമ്മൾ ഇനി എന്ത് പ്ലാൻ ഉണ്ടാക്കാന്ന്? എന്നും പറഞ്ഞ് നിർത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമുക്കൊരു കാലം വരുമല്ലോ, അതുവരെ നമ്മൾ പ്രയത്നം തുടരണം. അവരുടെ ഭാഗ്യം മങ്ങുന്ന ഒരു ക്ഷണം മതി നമ്മുടെ ഭാഗ്യം തെളിയാൻ. ഊർമിളേ, ആ വരുന്നു വരുന്നു. കാലം നേരെയായില്ലേ? അപ്പത്തൊട്ട് നിലത്തൊന്നും അല്ല. കുഞ്ഞനിയൻ വന്നിട്ടും എണീറ്റൊന്ന് ഹഗ് ചെയ്യാൻ നിങ്ങൾക്കൊരു നിവൃത്തിയില്ലല്ലോ. അടുത്ത ജന്മത്തിൽ എന്റെ ഭർത്താവ് ഒരു പറവയായി ജനിക്കട്ടെ, അപ്പോഴെങ്കിലും പറന്ന് നടക്കാലോ. ഇപ്പോഴും ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കണോ? പോ അവിടുന്ന്. അജയൻ ചേട്ടാ, എന്താ? ഊർമിളച്ചിക്ക് എന്തോ വയറിന് നല്ല സുഖമില്ലാത്രേ. മോര് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. എങ്ങതാ, ഞാൻ കൊടുത്തോളാം. അയ്യോ ചേട്ടാ, ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. ആവശ്യമുള്ളതുപോലെ ഇടാൻ പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞോളാം. ഉളുപ്പില്ലാത്തൊരു ജന്മത്തിന് ഉപ്പിന്റെ ആവശ്യം എന്താ? ഈ കുടുംബത്തോട് ഒരു സ്നേഹമില്ലാത്ത പിശാച. അവളുടെ തൊലിക്കട്ടി ഒന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ ഈ ഉപ്പ് മുഴുവനും അവളെ കഴിക്കട്ടെ. എത്തിയോ? ഇങ്ങ് വന്നേ. നിന്റെ കുതന്ത്രങ്ങളും കൊച്ചു വർത്താനവും ഒക്കെ കഴിഞ്ഞോ? എന്താ വീണ്ടും ലെക്ചർ അടിക്കാൻ തുടങ്ങാൻ പോവാൻ തോന്നല്ലോ. പുതിയതായിട്ട് തുടങ്ങാൻ എന്തിരിക്കുന്നു? കുറെ കാലമായില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഇതുവല്ല പോത്തിനോടും പറഞ്ഞിരുന്നെങ്കിൽ അതിനെപ്പോഴേ കാര്യം മനസ്സിലായനെ. നല്ല ഭാര്യമാര് സ്വന്തം ഭർത്താവിന്റെ സ്നേഹവും കരുതലുമാണ് പ്രതീക്ഷിക്കുക. പക്ഷെ നിനക്കത് വേണ്ട. താലി കെട്ടിയ ഭർത്താവിനേക്കാൾ വല്ലവനുമാണ് നിനക്ക് വലുത്. അതിന് നിങ്ങൾ എന്നാ അജയ എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടുള്ളേ? നമ്മളെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെന്ന് പറഞ്ഞ നിങ്ങളും ഞാനും. തെറ്റായ ചിന്താഗതിയുള്ളവളോട് ഞാൻ എന്ത് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളേ? നമ്മളെന്ന് പറഞ്ഞ അത് നീയും ഞാനും മാത്രമല്ല, നമ്മുടെ കുടുംബം. ആ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി മാത്രം ചിന്തിക്കണം. ഇവിടെയുള്ളവരുടെ നന്മ ആഗ്രഹിക്കണം. അതിന് പറ്റാവുന്നതൊക്കെ ചെയ്യണം. നിന്റെ മനസ്സിൽ അതൊന്നും ഇല്ലല്ലോ. ഉണ്ട് അജയ. അവരെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചോളാം. അവരിനി എന്താ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടേ? നിനക്കിനി എന്താ വേണ്ടേ? രാജ്യാധിപതിയുടെ പദവി.
എന്ത്? രാജ്യാധിപതിയുടെ പദവി എനിക്ക് വേണമെന്ന്. ഇത്രയും കാലം നിങ്ങളുടെ വൈകല്യവും പറഞ്ഞ് ആ പദവി നിങ്ങളുടെ അനിയന്റെ തലയിലോട്ട് വെച്ച് കെട്ടിക്കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഭരണം നടത്താനുള്ള കഴിവുമുണ്ട്. ഇപ്പൊ പദവി ചോദിക്കും. അതെന്തിനാ? രാജാധിപതിയുടെ പദവി കിട്ടിക്കഴിഞ്ഞാ ഇവിടെ എല്ലാവരെയും ഭരിക്കാനാവും. ആരെയും ഭരിക്കാൻ വേണ്ടിയൊന്നുമല്ല. ആ അധികാരം എന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ വീട്ടിൽ എനിക്കൊരു നിലയും വിലയും മര്യാദയും ഉണ്ടാവൂ. അപ്പൊ നിങ്ങൾ രാജാവാകണം. പദവി കിട്ടിയതുകൊണ്ട് നിലയും വിലയും ഉണ്ടാവില്ല. അതിന് സ്വഭാവം നന്നാവണം. ഭാര്യയുടെ ആവശ്യം നിറവേറ്റാൻ കഴിയാത്തവൻ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് വിമർശിക്കരുത്. എനിക്ക് കിട്ടേണ്ട അവകാശത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ ചോദ്യം ചെയ്യാനും പാടില്ല. അതൊക്കെ മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ ഊർമിളെ. നിന്നെ പോലെയുള്ളവർക്ക് ഒരിക്കലും കിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി നല്ലത് എന്തെങ്കിലും ഒന്ന് ചെയ്യ, എന്നിട്ട് ആലോചിക്കാം പദവിയും സ്ഥാനവും ഒക്കെ. ഒരു കാര്യം തീരുമാനിച്ചാ അത് നേടിയെടുക്കാൻ വേണ്ടി ഈ ഊർമിള ഏതറ്റം വരെയും പോകുക ജയ. അന്ന് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവാം. നീ ഒന്നും ചെയ്യണമെന്നില്ലേ? ഈ മോരങ്ങ് കുടിക്ക്. ഇതെന്തിനാ? വയറിന് നല്ല സുഖമില്ല, മോര് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? ഇതൊറ്റ വലിക്കങ്ങ് കുടിക്ക്. അപ്പൊ നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചേക്കാം. മോര് കുടിക്കുന്നതും അതും തമ്മിൽ എന്താ ബന്ധം? ശരി,